റമളാനിൽ പ്രവേശിക്കുകയാണ്. ഒരൊറ്റമൂലിയാണ് പറഞ്ഞു തരുന്നത്. ആ ഒറ്റമൂലി മറക്കരുത്. റമളാനിൽ പ്രവേശിക്കുക. നോമ്പ് ഓട്ടോമാറ്റിക്കലി നടക്കും. കാരണം നോമ്പിനും ഭക്ഷണം ഉണ്ടാക്കുന്ന സാഹചര്യമൊന്നും ഇന്ന് നമ്മളെ വീടുകളിലില്ല. അപ്പോൾ അങ്ങനെ നടക്കും. ഒരു വീട്ടിലും 90 ഈ ക്ലാസ്സിൽ വരുന്ന 100%, പിന്നെ നാട്ടിലുള്ള 99% വീടുകളിലും പെണ്ണുങ്ങളും ഒക്കെ നോമ്പ് വിൽക്കും. അപ്പോൾ പിന്നെ സ്വാഭാവികമായി നോമ്പ് നോക്കേണ്ടി വരും. അപ്പോൾ അത് അല്ലാത്തവരൊന്നും നമ്മളൊരു റയർ കേസൊന്നും പറയേണ്ടതില്ല. എന്നൊരു 1000-ൽ പോലും ഒന്നും ഉണ്ടായിക്കോണം എന്നില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. അപ്പം നോമ്പ് ഓട്ടോമാറ്റിക്കലി നടക്കും. തറാവീഹ് നടക്കും. ജനങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ടാൽ നമ്മൾ പള്ളിയിൽ പോകും, അതും നടക്കും. എല്ലാം നടക്കും. ജനങ്ങൾ പോക്കറ്റ് തുറന്ന് കൊടുക്കണുണ്ടാൽ നമ്മളും കൊടുക്കും, അതും നടക്കും. അതൊക്കെ നടക്കും. നടക്കേണ്ട ഒരു കാര്യം നടക്കൂല. അതാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അതൊരു ഒറ്റമൂലിയാണ്, അത് മറക്കരുത്. അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം മറക്കരുത്. ഇമ വെട്ടാതെ നോക്കുകയും കേൾക്കുകയും ചെയ്യണം. ഇതെനിക്ക് മുതലാകണം. അത് തലയെ കയറ്റിയാലല്ലേ എനിക്ക് മുതലാവുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒറ്റ കാര്യമേ ഉള്ളൂ. അതെന്താ? അത് എല്ലാത്തിനെയും നമ്മൾ ഊതി കാച്ചി കൊണ്ടുവന്നാൽ ഒരു ഉത്തരമുണ്ട്. ഒറ്റ ഉത്തരമുണ്ട്. അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള ഒരു ഉത്തരം. ആ ഉത്തരം തലയെ കയറ്റണം. ആ ഉത്തരമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഭരിക്കേണ്ടത്. അതാണ് നോമ്പിൻ്റെ ലാഭവും. അതെന്താണ്? അത് റജ ആണ്. റജ എന്നാൽ പ്രതീക്ഷ. ബസ് പ്രതീക്ഷ. ഒരടിമയും ഒരു ഉടമയും. അടിമയും ഉടമയും. അടിമയാണെങ്കിൽ ഉടമ നല്ലവനാണെങ്കിൽ അടിമയ്ക്ക് എന്താ ഉണ്ടാവുക? പ്രതീക്ഷ. എന്നെ മോശപ്പെടുത്ത ഭക്ഷണം തരൂല, എന്നെ മോശപ്പെടുത്തിയെടുത്ത് കിടത്തൂല. ആ അടിമയിൽ നിന്ന്, ആ ഉടമയിൽ നിന്ന് സ്വതന്ത്രനാവുന്നത് പോലും അടിമക്ക് ഇഷ്ടമുണ്ടാവില്ല. അടിമത്തം നിർത്തലാക്കിയപ്പോൾ അടിമകൾ സമരം ചെയ്ത ഒരു ചരിത്രമുണ്ട്. ഞാൻ പിന്നീട് പറയാം. എന്നെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ചരിത്രം അങ്ങനെ പഠിച്ചപ്പോൾ കിട്ടിയ ഒരു സംഭവമാണ്. അടിമത്തം നിർത്തലാക്കിയപ്പോൾ അടിമകൾ സമരം ചെയ്തു. നിർത്തലാക്കരുത്. എന്തുകൊണ്ട്? അവർ അത്രയും നല്ലവരുടെ അടിമകളായിരുന്നു. അവർക്ക് എല്ലാ കാര്യവും ഉടമക്കാരെ നോക്കും. അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളേ ഇല്ല. അതേസമയത്ത് ഉടമയുടെ കയ്യിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഇനി എല്ലാ കാര്യവും അവർ നോക്കണം. അവർക്കൊന്നും കഴിയില്ല. ഇതിങ്ങനെ തന്നെ അള്ളാഹുവിനെ ചോക്കി. ഒരു മനുഷ്യൻ നല്ലവനാകുമെങ്കിൽ അള്ളാഹു ആരാ? നമ്മൾ ആരുടെ അടിമകളാണ്? അള്ളാഹു ആരാ? യഖ്റഉ വറബ്ബുക്കൽ അക്രം, ഏറ്റവും ഔദാര്യവാൻ. അൽ അക്രം. നീ അതിൻ്റെ മേലെ ഒന്നുമില്ല. അഫ്ആൽ എന്ന ബാബിൽ അലിഫ്ലാമ കയറ്റിയാൽ സൂപ്പർലെറ്റീവാണ്. അതിലൊരാളെ ഉണ്ടാവും. മനസ്സിലായില്ല? ഉദാഹരണം പറയാം. ഒരു നാട്ടിൽ എല്ലാവർക്കും തല്ലാൻ കഴിയുമെങ്കിൽ വാരിബ് എന്ന് പറയും, ലറാബ് എന്ന് പറയും, ലറൂബ് എന്ന് പറയും, അൽറബു മിൻ എന്ന് പറയും. അൽറബു മിൻ, അതാ അൽറബു മിൻ മുഹമ്മദ്, അതാ അൽറബു മിൻ അയമൂട്ടി എന്ന് പറയും. ഇവൻ അയമൂട്ടിയേക്കാൾ തല്ലാൻ കഴിയുന്നവരെക്കാൾ. എന്നാൽ അൽ അൽറബ് എന്ന ഒരാളുണ്ടാവുള്ളൂ. അൽ അൽറബ് ഏറ്റവും വലിയ ഗുണ്ട, ഏറ്റവും വലിയ തല്ലിയാരൻ. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അഫ്ആൽ ബാബിലേക്ക് അലിഫ്ലാം കയറ്റിയ സൂപ്പർലെറ്റീവാ. അത് ഒന്നേ ഉണ്ടാവുള്ളൂ, ഒരു ഫർദേ ഉണ്ടാവുള്ളൂ. അൽ അക്മൽ, അത് മുഹമ്മദാണ്. ഇനിയൊരാളില്ല. നിറവ് എന്ന പേരിൽ നമ്മുടെ പുസ്തകം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോമ്പിന് പ്രകാശനമോ ഇൻഷാ അല്ലാഹു തൗഫീഖ് തരട്ടെ. നിറവ് നിറഞ്ഞ ഒരാളേ ഉള്ളൂ, അത് മുഹമ്മദ്. തിരുജോദർ എന്ന പുസ്തകത്തിന്റെ 2ാം ഭാഗം ഏകദേശം കഴിഞ്ഞു. നോമ്പിന് പുറത്തുവരും. അത് അൽ അക്മൽ, അയാളെ പറ്റി പറയാം. അൽ അക്മൽ മുഹമ്മദ്. ഈ 2ാമത്തെ ഒരാൾ ലോകത്തില്ല, ഒരാളും ഇല്ല. അപ്പോൾ അഫ്ആൽ ബാബിലേക്ക് അലിഫ്ലാം ചേർത്താൽ സൂപ്പർലെറ്റീവാ. ഞാൻ അതിൻ്റെ മേലെ ഒന്നുമില്ല. യഖ്റഉ വറബ്ബുക്കൽ അൽ അക്രം, വറബ്ബുക അൽ അക്രം. നിന്റെ നാഥൻ ഏറ്റവും ഔദാര്യവാനാണ്. അവനേക്കാൾ ഔദാര്യവാനായ ആൾ വേറൊരാളും ഇല്ല. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഏറ്റവും ഔദാര്യവാനായ ഒരാൾ അടിമയായാൽ എന്താ വേണ്ടത്? പ്രതീക്ഷ. ബസ്, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കാട്ടിക്കൂട്ടല. നിസ്കരിക്കോലോ, നോമ്പുൽക്കോലോ. ഈ ഉടമക്കാരൻ പറഞ്ഞതെല്ലാം അടിമ ചെയ്യും. കാരണം അടിമ ചെയ്യണല്ലോ. ഇവൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉടമക്കാരൻ ആരാണ്?
ഏറ്റവും മാന്യനാണ്. ചെയ്തില്ലെങ്കിൽ വിട്ടുകൊടുക്കും. 10 കൊല്ലം ഞാൻ മുസ്തഫ നബിയുടെ സെർവന്റായിട്ട് ഒരു വട്ടമെങ്കിലും ലിമ ഫഅൽതഹു, എന്തേ നീ അങ്ങനെ ചെയ്തു എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് സയ്യിദ്ന അനസ് റളിയല്ലാഹു അൻഹു. അനസ് പറയാ, ജീവിതത്തിൽ ഒരിക്കൽ അൻ ഷൈഇൻ ഫഅൽതഹു ലിമ ഫഅൽതഹു അൻ ഷൈഇൻ മാ ഫഅൽതഹു ലിമ മാ ഫഅൽതഹു, ഒരു കാര്യം നബി എന്നോട് ഞാൻ ചെയ്തിട്ട് നീ എന്തേ അങ്ങനെ ചെയ്തു എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഒരു കാര്യം നബി കൽപ്പിച്ചിട്ട് ഞാനത് ചെയ്തില്ല, ചെയ്യാൻ വിട്ടുപോയി. ലിമ മാ ഫഅൽതഹു, എന്തേ അങ്ങനെ ചെയ്യാന്നോ എന്നോട് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത്രയും ഔദാര്യവാനായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു എത്ര വലിയ ഔദാര്യവാനായിരിക്കും. അപ്പോ അടിമയും ഉടമയും തമ്മിൽ ഒറ്റ വിഷയമുള്ളൂ, നിസ്കാരം. നിസ്കാരത്തിലേക്ക് ഇത് കയറ്റണം. നിസ്കാരത്തിലേക്ക് ഇത് കയറിയിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കാരം എന്താ? സിമ്മ അയച്ചിട്ട ഇത് സിമ്മ നിന്ന് അയച്ചെടുത്തു, പിന്നെ അതെന്താ? മൊബൈൽ എന്ന് പറയും, ഉപയോഗം നടക്കും. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സിമ്മ അയച്ച് പുറത്തിട്ടു. ഇതിന്ന് സിമ്മ അയച്ച്, ഈ സിമ്മ് ജനങ്ങൾ കാണുന്നുണ്ടപ്പോ പറയാ മോനെ, ഇത് സിമ്മ് ജനങ്ങൾ കാണാൻ വേണ്ടി പോയിച്ച് പുറത്തിട്ട് അതിന്റെ പണി നടക്കൂലല്ലോ. ഇത് സിമ്മ് ജനങ്ങൾ, ഇതിൻ്റെ ഉള്ളിൽ സിമ്മുള്ള ജനങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ഇത് വലിച്ച് പുറത്തിട്ടാലും ജനങ്ങളെ മുന്നിൽ ഇത് സിമ്മ് എന്താണ്? മൊബൈലാണ്. പണി നടക്കോ? ഇല്ല. അടിമയായ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോ ആകെ വേണ്ട ഒരു സാധനം പ്രതീക്ഷയാണ്. കാരണം എന്റെ റബ്ബ്, നിങ്ങൾ ആദ്യത്തെ 5 ആയത്തിൽ വരെ ഇത് പറഞ്ഞില്ലേ, എന്താണ് മോനെ മനസ്സിലാക്കാത്ത? നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ല, നോമ്പ് വെൽക്കണം എന്ന് പറഞ്ഞില്ല, ഞാൻ ഏറ്റവും വലിയ ഔദാര്യവാനാണെന്ന് പറഞ്ഞു. അതായത് എന്ത് ചെയ്താലും ഞാൻ പുറത്തു തരും, നിനക്ക് എന്ത് വേണം. നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായ രസം കേൾക്കണം. ഈ 2 ഭാഗത്ത് മലക്കുകളുണ്ട്. ഈ ഭാഗത്തെ മലക്ക് ഹസനാത്ത് റിപ്പോർട്ട് ചെയ്യും, ഈ ഭാഗത്തെ മലക്ക് സയ്യാത്ത് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയല്ലേ? പറയും കുട്ടികളെ, വേഗം വേഗം പറയേ, ഞാൻ കൂടെ വരി. 2 ഭാഗത്ത് മലക്കണം. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏതാ സൂറത്ത്? ഖാഫ് അല്ലേ? 16 മറ്റോ ആയിരിക്കും, 17. ഒന്ന് നോക്കാം. يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. 17-18 ما يلفظ. അതിന് മുമ്പത്തെ എന്താണ്? يتلقى المتلقيان عن اليمين وعن الشمال قعيد. 17 قاف 17. ما يلفظ من قول إلا لديه رقيب عتيد. നീ അള്ളാഹുവിന്റെ അഫൂ കേട്ടോ, അഫൂ കേട്ടോ. ഈ 2 മലക്കൾ ഇവിടെ റഖീബ് പടാത്തി, ഇവിടെ ഹസനാത്ത് റിപ്പോർട്ട് ചെയ്യും, ഇവിടെ സയ്യാത്ത് നന്മകൾ ഇവിടുത്തെ ആൾ റിപ്പോർട്ട് ചെയ്യും. ചീത്ത ഒരാൾ നന്മ ചെയ്താൽ ഈ മലക്ക് ഇവർ 2 ആളിൽ ഹാദ അമീറുൻ അലൈഹി, ഇവർ 2 ആളിൽ ഇയാളാണ് നേതാവ്, ഇയാളുടെ മേൽ കൽപ്പിക്കാൻ അധികാരം ഇയാൾക്കാണ്, ഇയാൾക്കല്ല. ഇവിടെ 2 മലക്കുകളുണ്ട്. അള്ളാഹുവിന്റെ അഫൂ കേട്ടോളി, അള്ളാഹുവിന്റെ ഔദാര്യം, അള്ളാഹുവിന്റെ ഔദാര്യം എന്ന് കേൾക്കി. ഈ 2 മലക്കുകളിൽ നേതാവ് ഇവിടുത്തെ മലക്കാണ്, കൽപ്പിക്കാൻ. അമീർ, അമീർ എന്ന വാക്ക് എന്തിൽ നിന്നുണ്ടായതാ? അമീർ, നിങ്ങൾ ഇന്ന മലയാളം പഠിപ്പിക്കരുത്. അമീർ അന്തം കൊണ്ടാലോചിക്ക്, എന്നിട്ട് മറുപടി പറയാം. അമീർ എന്ന വാക്ക് ഏത് വാക്കിനുണ്ടായതാ? അമ്ര എന്ന വാക്കിനുണ്ടായതാണ്. അമ്ര കൽപ്പന, അമീർ കൽപ്പിക്കാൻ അധികാരമുള്ളവൻ, ഇതല്ലേ അമീർ. മനസ്സിലായില്ലേ? അപ്പൊ ഈ 2 മലക്കുകളിൽ അമീർ ആരാ? ഇയാള് ഒരു നന്മ ഒരാളാണ് ചെയ്ത ഉടനെ തന്നെ ഇയാൾ എഴുതും. ഒരാൾ ആ ആള് തിന്മയാണെങ്കിൽ ഇയാൾ എഴുതാൻ ഒരുങ്ങുമ്പോൾ ഇയാൾ പറയും വിട് 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 വിട്. 7 സഅാത്തിൻ ലഅല്ലഹു യുസബ്ബിഹു ഔ യസ്തഗ്ഫിറു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലുണ്ട്, വേണമെങ്കിൽ തിരിച്ചോളൂ. ഏത്? ഇബ്നു കസീറിലുണ്ട്, വേറെ ഒരുപാട് സ്ഥലത്തുണ്ട്. മനസ്സിലായില്ല? അതായത് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി. അപ്പൊ സാഹിബുൽ യമീനി അമീറുൻ അലാ സാഹിബി ശിമാലി. ഇദാ ഫഅല റജുലു അൽ ഹസനത യുബാദിറു അലൈഹ. നന്മ ചെയ്താൽ യുബാദിറു അലൈഹ, പെട്ടെന്ന് എഴുതും. ആര്? ഈ മലക്ക്. മനസ്സിലായില്ലേ കുട്ടികളെ? ഇതാ അമിലൻ ഹസനത്ത, ഈ ആള് ഇതാ അമില ഹസനത്തൻ, ഒരു നല്ല കാര്യം ഈ വ്യക്തി ചെയ്താൽ യുബാദിറു അലൈഹ, അതിന് പെട്ടെന്ന് ചെയ്യും. ആര്? എഴുതും. ആര്? ഈ മലക്ക്.
അമ്മ ഇദാ ഫഅല സയ്യതൻ അമ്മ ഇദാ അമില സയ്യതൻ, ചീത്തയാണ് ചെയ്തതെങ്കിൽ ഫയഖൂലു ഇയാൾ പറയും ഹദാ അമീറുൻ അലൈഹ സാഹിബുൽ യമീനി അമീറുൻ അലാ സാഹിബി ശിമാലി, വലത്തെ ഭാഗത്തെ മലക്കാണ് കൽപ്പനാധികാരമുള്ളവൻ. ആരെക്കാൾ? ഇയാൾ മേൽ കൽപ്പിക്കുന്ന ഇയാളാണ്. നന്മ ചെയ്താൽ ഉടനെ അയാൾ എഴുതും, അയാൾക്ക് ഇനി ആരും നോക്കിക്കേണ്ട ആവശ്യമില്ല. തിന്മ ചെയ്താൽ ഇയാൾ അമീറിന് മുഖത്തേക്ക് വെക്കും. അപ്പൊ അമീർ അർത്ഥം പറയാം, അവനെ വിട് 7 മണിക്കൂറെങ്കിലും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ അല്ലാഹ് ചിന്ത ചെയ്തിട്ടുണ്ട്? ഇയാളൊരു നന്മ ചെയ്താൽ ഉടനെ പറ, കുട്ടി പറ, ഇത് കേൾക്കട മോനെ, എന്താണ് അള്ളാനെ മനസ്സിലാക്കുക. ഇവന് നന്മ ചെയ്താൽ ഉടനെ പെട്ടെന്ന് എഴുതും. ആര്? ഈ മലക്ക്. സയ്യത്തൻ, ഇനി ഇവൻ ചീത്തയാണ് ചെയ്തെങ്കിൽ ഈ മലക്കൊന്ന് ഉയർന്നു നോക്കും. ആര്? വലത്തെ മലക്ക്, അമീർ കൽപ്പിക്കണ്ടേ? അപ്പോൾ വലത്തെ ഭാഗത്തെ മലക്ക് പറയും വിടോനെ, ഏതല്ലേ? ചുരുങ്ങിയത് 7 മണിക്കൂറെങ്കിലും. ലഅല്ലഹു യുസബ്ബിഹു ഔ യസ്തഗ്ഫിറു, ലഅല്ലഹു യുസബ്ബിഹു ഔ യസ്തഗ്ഫിറു. ലഅല്ലഹു, കുട്ടികൾ എഴുതി വെക്കണേ, ഒക്കെ മനസ്സിലാക്കി വെക്കണം. ലഅല്ലഹു യുസബ്ബിഹു ഔ യസ്തഗ്ഫിറു, ലഅല്ലഹു യുസബ്ബിഹു, ഇവൻ ഒരു മനസ്സിൽ നിന്ന് ഒരു തസ്ബീഹ് ചൊല്ലിയേക്കാം. പഠിച്ചോനെ, ഞാൻ അശുദ്ധനായി, നീ പരിശുദ്ധനാണ്, ഇതാണല്ലോ എന്റെ ഉള്ളു. സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്കിന് ഉള്ളതല്ലേ? മനസ്സറിഞ്ഞൊരു സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ഞാൻ അശുദ്ധനായി, നീ പരിശുദ്ധൻ തന്നെ, ഇതാണല്ലോ സുബ്ഹാനല്ലാഹ്. അല്ലാതെ വെറുതെ സുബ്ഹാനല്ലാഹ് എന്ന് പറയല്ല. ലഅല്ലഹു യുസബ്ബിഹു, അല്ലാഹ് തന്റെ അശുദ്ധിയെ സമ്മതിക്കുന്നതോടുകൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധതയെ ഇവൻ ഒരിക്കലെങ്കിലും ഒന്ന് വാഴ്ത്തിയേക്കാം. ഔ യസ്തഗ്ഫിറു, അല്ലെങ്കിൽ അവൻ പൊറുക്കലിനെ തേടിയേക്കാം. ദഅഹു, വിടവനെ 7 മണിക്കൂറെങ്കിലും. സുബ്ഹാനല്ലാഹ്, എന്താ റബ്ബ് ചെയ്തരുന്നത്? മനസ്സിലാവുണ്ട് പറഞ്ഞത്? എന്താ റബ്ബ് ചെയ്തരുന്നത്? അപ്പൊ ഈ റബ്ബിൽ നമുക്ക് വേണ്ടത് എന്താ? പ്രതീക്ഷ എന്താ? എന്താണ്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സംഗതിയാണത്, വല്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കണം. നമ്മൾ നിസ്കാരം പഠിച്ചു, നമ്മൾ നോമ്പ് പഠിച്ചു, നമ്മൾ 2 ആൾ പഠിച്ചില്ല, പഠിച്ചു തന്നെയല്ലേ. ഒന്ന് അള്ളാഹുവിനെയും 2 അള്ളാഹു റസൂലിനെയും. അള്ളാഹു റസൂലിനെ താരീഖ് എന്ന് പഠിച്ചാൽ മനസ്സിലാവില്ല, ഗുരുമുഖത്ത് പഠിക്കണം. നബിയുടെ പുസ്തകം, നബി ചരിത്രം എഴുതിയ പുസ്തകത്തിൽ നബി വായിക്കാനേ കഴിയില്ല. ഞാൻ 1-2 ഓർമ്മപ്പെടുത്തൽ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. അതാണ് നിറവ് എന്ന പുസ്തകം. നബി ചരിത്രത്തിൽ നബി വായിക്കാൻ കഴിയില്ല. നബി ചരിത്രത്തിന് മനസ്സിലായില്ല. അയ്യാമു മിൻ ഹയാത്തി, നബിയുടെ ജീവിത ദിനങ്ങളെ മാത്രമേ പഠിക്കാൻ കഴിയൂ. ഹഖീഖത്തുൽ മുഹമ്മദിയ, എന്താണ് മുഹമ്മദ് എന്ന് പഠിക്കാൻ കഴിയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയാണ്. അതുകൊണ്ട് നമ്മൾ നബിയെ പഠിച്ചതേയില്ല. നബിയെ പഠിക്കാതെ ആയപ്പോൾ നമ്മളിടയിൽ യുക്തി അധികരിച്ചു. യുക്തി കൊണ്ടൊരിക്കലും പഠിച്ചവനെ കണ്ടെത്താൻ കഴിയില്ല. ഇന്നുള്ളത് ലോകത്തെ മുസ്ലിങ്ങൾ 2 വിഭാഗമാണ്. ഇന്ന് ലോകത്തെ ജനങ്ങൾ 2 വിഭാഗമാണ്. 1 യുക്തിവാദികളായ വിശ്വാസികൾ, 2 യുക്തിവാദികളായ അവിശ്വാസികൾ. 2 വിഭാഗം ഇപ്പോൾ ലോകത്തുള്ളൂ. 1 യുക്തിവാദികളായ അവിശ്വാസികളും യുക്തിവാദികളായ വിശ്വാസികൾ. യഥാർത്ഥ സത്യവിശ്വാസികളില്ല. സത്യവിശ്വാസികൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർക്ക് യുക്തി ചിന്ത ഉണ്ടാവില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബിന് എന്ത് യുക്തിയാ? അതിന് യുക്തിയല്ലല്ലോ. എന്ത് യുക്തി? ചിന്തിക്ക്. മരിച്ച വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് ഏതോ 35-45 കൊല്ലം മുമ്പ് മരിച്ച വാപ്പാന്റെ ഖബറിൽ പോയിട്ട് ദുആ ചെയ്തിട്ട് എന്താണ് കാര്യം? അത് യുക്തിയാണ്. പക്ഷെ കാര്യം ഉണ്ടെന്നുള്ളത് അയുക്തിയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബാണ്. വല്യപ്പാന്റെ ഖബറിന് ഏതോ 100 കൊല്ലം മുമ്പ് മരിച്ചപ്പോ വല്യപ്പാന്റെ ഖബറിന് പോയിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് എന്താ കാര്യം? അത് യുക്തിയാണ്. ഇന്ന് ജനങ്ങൾ 99% യുക്തിയാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് സത്യവിശ്വാസം നഷ്ടപ്പെടാൻ കാരണം. 100% പിന്നീട് പറയാം. അല്ലാഹു തആല പൊത്തു തരുമെന്ന് മാത്രമല്ല, ആ സ്ഥലത്ത് അല്ലാഹു തആല നന്മ എഴുതിയൊക്കെ അല്ലാഹുവിന്റെ അഫ്വാണത്. ആയത്തേതാ? ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ
فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. എടുത്തോക്ക് നമ്പർ എത്രയാണ്? إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. الفرقان 70 آية. فرح المسلمون لما نزلت هذه الآية مثل فرحهم بقدوم النبي المصطفى إلى المدينة المنورة. മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോൾ ജനങ്ങൾ ആഘോഷിച്ചതുപോലെയാണ് ഈ ആയത്ത് ഇറങ്ങിയ ദിവസം ജനങ്ങൾ ആഘോഷിച്ചത്. യാ സുബ്ഹാനല്ലാഹ്. എന്ത് അത് കേട്ടിട്ട് പോയി. എന്തേ പറ? ഫരിഹൽ മുസ്ലിമൂന ലമ്മാ നസലത് ഹാദിഹിൽ ആയ. സൂറത്തുൽ ഫുർഖാനിലെ 70ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ മദീനക്കാർ സന്തോഷിച്ചു. മിസ്ല ഫറഹിഹിം ലമ്മാ ഖദിമൻ നബിയുൽ മുസ്തഫ ഇലൽ മദീന. മദീനയിലേക്ക് പുണ്യ നബി വന്നപ്പോൾ എങ്ങനെയാണ് മദീനക്കാർ ആഘോഷിച്ചതോ അതുപോലെയാണ് ഈ ആയത്ത് ഇറങ്ങിയ ദിവസം മദീനക്കാർ എവിടെയും ഇതിന് സമാനമായ ആയത്തില്ല. പഴയ ആയത്തിലൊക്കെ ഉള്ളത് മറ്റായത്തുകൾ പൊറത്തു തരുന്ന, ഈ ആയത്തിൽ അങ്ങനെയല്ല. ഇല്ലാമൻ താബ, ഏത് തെറ്റ് ചെയ്തിട്ടും ഒരു മനുഷ്യൻ തൗബ ചെയ്താൽ, വഅമില അമലൻ സ്വാലിഹ, സൃഷ്ടജീവിതം സ്വാലിഹായ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുകയും ചെയ്താൽ, ഫഉലൈക, അത്തരം ആളുകൾ യുബദ്ദിലുല്ലാഹു, അല്ലാഹു മാറ്റിമറിക്കും, സയ്യിആതിഹിം, അവരുടെ ചീത്തകളെ, ഹസനാത്തിൻ, നന്മയായിട്ട്. അപ്പോൾ 70 കൊല്ലം ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ആത്മാർത്ഥമാവുന്നതോടുകൂടെ മനസ്സിലായില്ലേ, പുറത്തെന്നാൽ അവരുടെ ബ്ലാങ്ക് ആവും. അപ്പോഴും നഷ്ടാണ്. 70 കൊല്ലം കർമ്മൊന്നും ചെയ്തിട്ടില്ല. മനസ്സിലായില്ല. ഒരാൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്താൽ ആ ഡേയ്സ് മൊത്തം അവൻ എന്തായി? ബ്ലാങ്ക് ആണ്, തിന്മയില്ല. ശരി, പക്ഷെ എന്തുമില്ല, നന്മയില്ല. അപ്പൊ ബ്ലാങ്ക് ആയോടെ. അപ്പൊ ചോദിക്ക, എന്ത് ചോദിക്ക? ഈ ദിവസങ്ങളിൽ പണി ചെറുത്തിട്ടില്ലല്ലോ. മനസ്സിലായില്ല. നമ്മൾ 70 കൊല്ലം ജീവിച്ചു, തെറ്റ് ചെയ്തു. അല്ലാഹു തആല 70ാമത്തെ കൊല്ലം ആത്മാർത്ഥമായി പറഞ്ഞപ്പോൾ എന്തായി? പുറത്തുന്നു. അപ്പോൾ പുറത്തുന്നപ്പോൾ അവിടെ എന്താണ് അവിടെ കിടക്കുന്ന 70 കൊല്ലത്തെ ഡേയ്സ്, ആ ദിവസങ്ങൾ എന്താണ്? ബ്ലാങ്ക് ആണ്. കാരണം എന്തില്ല? തിന്മല്ല. ശരി, എന്തുമില്ല, നന്മയില്ല. അപ്പോൾ എന്താണ്? അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കോ കൃഷി ചെയ്തിട്ടില്ല. ഇനി അവിടെ ആയത്ത് നോക്ക്. ഫഉലൈക യുബദ്ദിലുല്ലാഹു, അല്ലാഹു തആല അവനെ മാറ്റിമറിക്കും, സയ്യിആതിഹിം, അവന്റെ ചീത്തകളെ, ഹസനാത്തിൻ. ഓൻ കള്ള് ഷാപ്പ് കുടിച്ച് നേരെ നിസ്കരിച്ചു നല്ല എഴുതി കൊടുക്കും. നിസ്കരിച്ചോന്റെ കൂലി എഴുതി കൊടുക്കും. നിന്റെ ഇനി എന്താ ചെയ്തു തരേണ്ടത്? നീ എന്താ റബ്ബ് ചെയ്തു തരേണ്ടത്? എന്താണ് റബ്ബ് ചെയ്തു തരേണ്ടത്? ആയത്തൊന്നും കൂടി നോക്ക്. ഞങ്ങൾക്ക് തലക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ല. ഞങ്ങളിപ്പോ മുട്ടായി വാങ്ങി കൊടുത്ത് ജനങ്ങൾ കൊടുക്കും. ഒന്നും കൂടി തോതായത് ഇല്ലാമൻ താപ. അതിന്റെ മുമ്പ് ഒരുപാട് തെറ്റുകൾ പറയുന്നുണ്ട്. മനുഷ്യൻ കള്ളസാക്ഷ്യം പറയാ, അങ്ങനെ പലതും. ഇതൊക്കെ മനുഷ്യൻ ചെയ്തു. ഇല്ലാമൻ താപ, പിന്നീട് ഒരിക്കൽ അവൻ തൗബ ചെയ്തു. വഅമില അമലൻ സ്വാലിഹൻ, സൃഷ്ടജീവിതം നല്ല കാര്യത്തിന് വേണ്ടി അവൻ മാറ്റിവെച്ചാൽ, ഫഉലൈക, അർത്ഥം പറയടോ, ഫഉലൈക, അത്തരം ആളുകൾ, യുബദ്ദിലുല്ലാഹു, അല്ലാഹു തആല മാറ്റിമറി, ബദ്ദല യുബദ്ദിലു, ബദ്ദല യുബദ്ദിലു, ഇത് അതിന് ബദലാണ് എന്ന് പറയാലോ. ബദ്ദല യുബദ്ദിലു, ബദലി എന്ന വാക്കൊക്കെ അറബിയിൽ നിന്ന് വന്നതാ. നമ്മുടെ മലയാളത്തിലൊക്കെ ഉണ്ടല്ലോ ബദലി, ബദൽക്ക് ബദൽ എന്നൊക്കെ ഒക്കെ അറബിയിൽ നിന്ന് വന്നതാ. ഫഉലൈക, അത്തരം വ്യക്തികൾ, അതായത് ജീവിതം മുഴുവനും തെറ്റ് ചെയ്തു, എന്നിട്ട് ഒരിക്കൽ ആത്മാർത്ഥമായി അള്ളാഹുവോട് തൗബ ചെയ്തു, ഞാൻ നന്നായി ജീവിക്കാൻ തീരുമാനിച്ചു. അത് 100 വയസ്സ്. ചില ആളുകൾക്ക് എന്തുണ്ടെന്നറിയോ? ഇനിയിപ്പോ എങ്ങനെ ആയില്ലേ, ഇനി എങ്ങനെ പോട്ടെ എന്ന് പറയരുത്. അടുത്ത നിമിഷം മരിച്ചാൽ പോലും തൗബ ചെയ്താൽ മുതലാവും. ഫഉലൈക, അത്തരം ആളുകൾ ഓതടോ യുബദ്ദിലുല്ലാഹു, അല്ലാഹു തആല മാറ്റിമറിക്കും, സയ്യിആതിഹിം, അവരുടെ ചീത്തകളെ, ഹസനാത്തിൻ, നന്മയായിട്ട്. ഇനി ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു അവന് 2 വിശേഷണ നാമങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് 2 വിശേഷണ നാമം ഉണ്ട് അള്ളാഹ് അവിടെ? സാധാരണ ഒരു ആയത്തിന്റെ അവസാനം ഒരു വിശേഷണ നാമ, ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് 2 വിശേഷണ നാമ. എന്താണ്? വകാനല്ലാഹു ഗഫൂറർ റഹീമാ,
ഇവിടെ വളരെ ചിന്തിക്കണം കേട്ടോ ഇതിന്റെ ലോജിക്ക്. വകാനല്ലാഹു ഗഫൂറൻ റഹീമാ. വകാനല്ലാഹു, അല്ലാഹു ആണല്ലോ ഗഫൂറൻ, ഗഫൂറാണല്ലോ, റഹീമൻ, റഹീമുമാണ്, ഏറെ പൊറുക്കുന്നവനുമാണ്, ഏറെ കരുണയുള്ളവനുമാണ്. എന്ത് ഇവിടെ രണ്ട് വിശേഷണം കൊടുക്കാനുള്ള കാരണം? അവിടെ രണ്ട് കർമ്മങ്ങൾ നടന്നിട്ടുണ്ട്. ആ രണ്ട് കർമ്മത്തിന്റെയും സാക്ഷ്യങ്ങളാണ് ഈ രണ്ട് വിശേഷണങ്ങൾ. എന്താ അവിടെ രണ്ട് കർമ്മം നടന്നത്? ഒന്ന് പുറത്തുകൊടുക്കൽ, രണ്ട് ഔദാര്യമായി നന്മ ആ ബ്ലാങ്കിൽ എഴുതി കൊടുക്കൽ. അപ്പൊ അവിടെ അള്ളാഹ്ക്ക് വക്കാനല്ലാഹു ഗഫൂറൻ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? പുറത്തുകൊടുത്തത്. പിന്നെ റഹീമൻ, അള്ളാഹു ഏറെ കരുണയുള്ളവനായതുകൊണ്ടാണ് ആ സ്ഥാനത്ത് നന്മ എഴുതി കൊടുത്തത്. സാധാരണ ഒരായത്തിൽ 90% ഒരായത്തിൽ അള്ളാഹുവിന് ഒരു വിശേഷനാമത്തിലാണ് അവസാനിക്കുക. പക്ഷെ ഇവിടെ അള്ളാഹുവിന് രണ്ട് വിശേഷനാമത്തിൽ അവസാനിക്കാണ്. എന്തുകൊണ്ട്? ആ രണ്ട് വിശേഷനാമത്തിന് നമ്മൾ കാര്യം പഠിക്കണം. എന്ത്? വക്കാനല്ലാഹു ഗഫൂറൻ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അതുകൊണ്ടാണ് അള്ളാഹു തആല ഇവർക്ക് പുറത്തു കൊടുത്തത്. റഹീമൻ, ഏറെ ഔദാര്യവാനാ, കരുണ ചെയ്തവനാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ബ്ലാങ്കായി കിടക്കാൻ പാടില്ലല്ലോ. എന്റെ മുന്നിൽ വരുമ്പോ അവർക്ക് ലജ്ജ വേണ്ട. അപ്പൊ ആ സ്ഥലത്തൊക്കെ അള്ളാഹു തആല എന്ത് ചെയ്തു? നന്മ നിറച്ചത് കൊടുത്തു. എല്ലാ നിസ്കാരക്കാരും നോമ്പുകാരും ഒക്കെ നന്മ എഴുതി കൊടുത്തു. നീ എന്താണ് മോനെ റബ്ബ് ചെയ്തിട്ടുണ്ട്? അപ്പൊ ഇങ്ങനത്തെ ഒരാളെ പറ്റി നമുക്ക് എന്തേ വേണ്ടുള്ളൂ? പ്രതീക്ഷ. ബസ് അതന്നെ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ക്ലാസ്സിൽ. പ്രതീക്ഷ നമ്മൾക്ക് പുറത്തു വരുന്ന നിസ്കാരത്തിലൂടെയല്ല, തന്നെ റമളാൻ മുഴുവനും പിന്നെ ജീവിതം മുഴുവനും തന്നെ. ഇപ്പൊ തെറ്റ് ചെയ്ത മനുഷ്യനെ പറ്റി കരുതി കൂടി തെറ്റ് ചെയ്യേണ്ട, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പക്ഷെ മനുഷ്യനിൽ നിന്ന് അബദ്ധം ഒന്നോ ഞാനത് പൊറപ്പിക്കുന്ന സാധനം എൻ്റെ കയ്യിലുണ്ട്. എന്ത്? രണ്ട് കൈ തന്നെ. ഇത് പൊന്തിച്ച തീരാത്തൊന്നുണ്ടല്ല, ആത്മാർത്ഥമായ മതി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വകാനല്ലാഹു ഗഫൂറൻ റഹീമ. പ്രതീക്ഷ വേണം, പ്രതീക്ഷ മാത്രം. നോമ്പ് നോറ്റത് അള്ളാഹു പറഞ്ഞ വിധത്തിലാകാൻ നമുക്ക് കഴിയില്ല, പക്ഷെ നമുക്ക് എന്തുണ്ട്? പ്രതീക്ഷ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ബാല്യക്കാരൻ മരിച്ചപ്പോൾ, ആ സ്വഹാബികളുടെ കാലത്ത് ഒരു ബാല്യക്കാരൻ മരിച്ചപ്പോൾ ഉമ്മയും കരയാൻ തുടങ്ങി. എന്താ പറഞ്ഞേ? നീ എന്തിനാ കരയെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ബാപ്പയമ്മയും കരയും. അപ്പൊ ഈ മരിക്കാൻ കിടക്കണ ചെറുപ്പക്കാരൻ, യുവാവ് മരിക്കാൻ കിടക്കണം. അപ്പൊ ബാപ്പയമ്മയും കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത്? ഇപ്പോൾ പറഞ്ഞു, നീ അമലൊക്കെ ചെയ്യാൻ ഒരു മടിയനാ, പണ്ടത്ര നീ അമൽ ചെയ്തിട്ടില്ല, ഫർളൊക്കെ ചെയ്തു, നല്ലാതെ വല്ലാതെ സുന്നത്തൊന്നും എൻ്റെ റെക്കോർഡില്ലല്ലോ. അപ്പൊ ഈ ബാല്യക്കാരൻ പറഞ്ഞില്ല, എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കരുണ ഉണ്ടായല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്റെ അടുത്തിരുന്നത്. എന്റെ പരലോകം എന്താവും ആലോചിച്ച് വേദനിച്ചിട്ടാണല്ലോ നിങ്ങള് കരുണ. എങ്കിൽ ഞാൻ അങ്ങോട്ട് നിങ്ങളെക്കാൾ കരുണുള്ള ഒരാളടുത്തേക്കല്ലേ ഞാൻ പോണത്. നിങ്ങൾ കരുണതിന് ഈ ബാല്യക്കാരൻ മരിച്ചു. പിന്നെ ആ വാപ്പയമ്മയെ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നപ്പോൾ വാപ്പ പറഞ്ഞു, ആ ഒരൊറ്റ വാക്കുകൊണ്ട് ആയുസ് മുഴുവനും ആ കുട്ടിക്ക് അല്ലാഹു തആല സന്തോഷമാക്കി കൊടുത്തിട്ടുണ്ട്. ഒറ്റ വാക്കുകൊണ്ട്. എന്താണ് വാക്ക്? നിങ്ങളെക്കാളും നിങ്ങൾക്ക് ഇന്റെ പരലോകത്ത് എന്തെങ്കിലും ദോഷം തെറ്റ് തല്ലിട്ടോ മലക്കൾ തല്ലോ ഇതൊക്കെ ഇപ്പൊ നിങ്ങളെ പേടി. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇന്നോട് കരഞ്ഞേ. എന്താ നിങ്ങൾ കരഞ്ഞേ? നിങ്ങൾക്ക് ഇന്നോട് കരുണുള്ളതുകൊണ്ട്. ഞാൻ എടുക്കാൻ പോണ്? നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ പോലും നിങ്ങൾ ഇന്നെ ശിക്ഷിക്കൂല, കാരണം നിങ്ങൾക്ക് ഇന്നോട് കരുണുണ്ട്. നിങ്ങളെക്കാളും കരുണുള്ള ഒരാളടുത്തേക്ക് പിന്നെ പോയിട്ട് ഓന്നെ ശിക്ഷിക്കും. അപ്പൊ ആ കുട്ടിക്ക് എന്താ മനസ്സിലുള്ളത്? പ്രതീക്ഷ മോനെ, പ്രതീക്ഷ. ഒരു മുഅ്മിനായ മനുഷ്യൻ ഭയത്തിന്റെയും പ്രതീക്ഷയും ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ് ജീവിക്കുക. ഇദാ ഉസിന, രണ്ടിനെയും തൂക്കിയാൽ റജാഉ, പ്രതീക്ഷ കണക്കനും കൂടുക. ഒരു മുഅ്മിനായ മനുഷ്യൻ രണ്ടിനിടയിൽ ജീവിക്കും. എന്തിന്റെ? ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിൽ ജീവിക്കും. രണ്ടും കൂടി തൂക്കിയാൽ എന്തായിരിക്കും കൂടുക? നമ്മൾ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ആണെങ്കിലും നമ്മൾ എന്തൊക്കെ വന്നാലും, തെറ്റ് ചെയ്തല്ലോ അതൊക്കെ വന്നാലും, ജീവിതത്തിലെ തെറ്റിനൊക്കെ ഓർത്താലും അവസാനം ഒരു അത്താണി കൊണ്ടേ വെക്കും. എന്താണ് അത്താണി? അല്ലാഹു ഓർത്തിരിക്കും അല്ലേ? ഇത് പറഞ്ഞിട്ടല്ലേ ഒരു സദസ്യം നമ്മൾ അവസാനിപ്പിക്കുക. ഇനി എന്താണെങ്കിലും അല്ലേ പറയും മക്കളെ, എന്താണെങ്കിലും നമ്മൾ എന്താ പറയാ?
റബ്ബല്ലേ, റബ്ബ് പുറത്തിരുന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ് ഏറെ ഉണ്ടാവുക? പ്രതീക്ഷ. മതി മതി മതി. അപ്പൊ നോമ്പിലേക്ക് കൊണ്ടുപോകേണ്ട മുതലെന്താ? പ്രതീക്ഷ. നോമ്പിന്റെ മാസം പേര് ഷഹ്റു സൗം എന്നല്ല, ഷഹ്റു ദുആ എന്നാണ്. സൗം ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. മനസ്സിലായില്ലേ? നോമ്പിന്റെ കാലം, നോമ്പെന്നാൽ ദുആയാണ്. പ്രതീക്ഷക്ക് ഒരൊറ്റ കർമ്മേ ഉള്ളൂ, ദുആ. അല്ലാഹ് ചിന്ന ഒഴിവാക്കരുത്. അല്ലാഹ് അതന്നെ വലിയതായത്. അത് തന്നെ അത് തന്നെ അതന്നെ. അല്ലാഹ് അല്ലാഹ്. പ്രതീക്ഷ 309 കൊല്ലം 7 ആളുകൾ ഗുഹയെ കയറി കടന്നു. അവസാനം പറഞ്ഞു വാക്കണ്ട. 309 കൊല്ലം 7 ആളുകൾ ഗുഹയെ കയറി കിടന്നു. അവര് അവസാനം ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു വാക്കണ്ട. ഏഴാളുകൾ ഗുഹയിൽ കയറി കിടന്നു. 309 കൊല്ലം ഉറങ്ങാൻ കിടന്നു. എത്ര നൂൽക്കപ്പം അറിയില്ല. പക്ഷെ അവർ എണീറ്റത് 309 കൊല്ലം കഴിഞ്ഞിട്ടാണ്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ആ, അതായത് ഗ്രിഗേറിയൻ കലണ്ടർ അനുസരിച്ച് 300, ലൂണാർ കലണ്ടർ അനുസരിച്ച് 309. ഗ്രിഗേറിയൻ കലണ്ടറിൽ ഒരു സെഞ്ചുറി കഴിയുമ്പോൾ 3 വർഷം കൂടും ലൂണാർ കലണ്ടറിൽ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? സോളാർ കലണ്ടറും ലൂണാർ കലണ്ടറും തമ്മിൽ വ്യത്യാസമാണ് ഈ പറയുന്നത്. സോളാർ കലണ്ടറിൽ 100 വർഷം വരുമ്പോൾ ലൂണാർ കലണ്ടറിൽ 103 വർഷം വരും. അപ്പോൾ 300 കൊല്ലം കൊണ്ട് ലൂണാർ കലണ്ടറിൽ എത്ര കൂടും? 9 വർഷം കൂടും. മനസ്സിലാവണ്ടേ? അതാണ് പറഞ്ഞത്. അപ്പോൾ 309 കൊല്ലം കഴിഞ്ഞാണ് അറബികളോടാണ് ലിയായത്ത് ഇറങ്ങുന്നത്. അപ്പൊ അറബികൾ ലൂണാർ കലണ്ടർ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഈ 309 കൊല്ലം എണീക്കണേ, കഴിഞ്ഞ എണീക്കണേ. ശരി, ദി ലാസ്റ്റ് സെന്റൻസ് അവരാണ് കിടക്കുക. ആ കിടക്കുന്ന കിടത്തത്തിൽ അവസാനം പറഞ്ഞു നോക്കണ്ട. മാൻ ഓഫ് ദി പ്രോഗ്രാം എന്നോന് പേരിടുക. ഈ പ്രോഗ്രാമിന്റെ മാനോന ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിചാരിച്ചു. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. സമയത്രേ ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അർത്ഥം റബ്ബന. ഇവര് ഉറങ്ങാണ്. ഇനി അവര് എണീക്കുന്നത് എപ്പോഴാ? 309 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അവസാനം പറഞ്ഞ വാക്ക് എന്താ? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന, ഞങ്ങൾക്ക് നീ നൽകണം, റഹ്മത്തൻ മിൻ ലദുൻക, നിന്റെ പക്കൽ നിന്നുള്ള വലിയ അനുഗ്രഹം നീ തരണം. വഹയ്യ ലനാ, ഞങ്ങൾക്ക് നീ ഒരുക്കി തരുകയും വേണം, മിൻ അംരിന, ഞങ്ങളുടെ കാര്യത്തിൽ റഷദ, വിവേകപൂർവവും ആനന്ദകരവുമായ ഒരു പര്യവസാനം. ഞങ്ങൾക്ക് നീ റുഷ്ദ്, വിവേകപൂർവമായ ആനന്ദപൂർണമായ ഒരു പര്യവസാനത്തിനാണ് റുഷ്ദ് എന്ന് പറയുന്നത്. റബ്ബന, അതായത് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥക്ക് പരിഹാരമായിട്ടാകണം ഞങ്ങളുടെ ഭാവിയാകേണ്ടത്. പിന്നെ അവർ ഉണർന്നപ്പോഴത്തിന് മുഅ്മിനായ രാജാവാ, ഇപ്പോൾ അക്രമിയായ രാജാവാ. മനസ്സിലായില്ല? ഇവർ ഉറങ്ങാൻ കടന്ന് ഈ ദ്വാ ചെയ്യുമ്പോൾ അക്രമിയായ രാജാവാ, അവർ ഉണരുമ്പോൾ മുഅ്മിനായ രാജാവാ. ഈ മുഅ്മിനായ രാജാവ് എല്ലാ രാത്രിയും റബ്ബിനോട് ദ്വാ ചെയ്യുമായിരുന്നത്രേ, റബ്ബേ എനിക്ക് പുനർജീവിതത്തിന്, പുനരുത്ഥാനത്തിന്, മനസ്സിലായില്ല, പുനർജീവിതത്തിന്, മരിച്ചിട്ട് വീണ്ടും എണീക്കുക എന്നതിന് എനിക്കൊരു അടയാളം കാണിച്ചു തരണം. അപ്പോഴാണ് 309 കൊല്ലം കഴിഞ്ഞ ഒരു ജനത ഉറക്കിൽ എണീച്ചു വന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്റെ പ്രാർത്ഥന ഫലിച്ചു. കാരണം ഉറക്കമെന്നാൽ മരണമാണ്. ഇത് സാധാരണ ഉറക്കമല്ല. എത്രയാ?
309 കൊല്ലം കഴിഞ്ഞവരെ ഒരു പൊടി പോലും വ്യത്യാസമില്ലാതെ അങ്ങനെ എണീപ്പിക്കാൻ റബ്ബിന് കഴിയുമെങ്കിൽ മരിച്ച് മറവ് ചെയ്തവരെ വീണ്ടും തിരിച്ചെണീപ്പിക്കാൻ എന്റെ റബ്ബിന് കഴിയുമല്ലോ എന്ന് ആര് പറഞ്ഞു? ഈ രാജാവ് സ്വർണ്ണപ്പെട്ടിയിലാക്കി അടക്കം ചെയ്യാൻ കൽപ്പന കൊടുത്തു. ഇവർ മരിച്ചു, ഉടനെ ഇവർ മരിച്ചു. ആ രാത്രി 7 ആളുകളും രാജാവിന്റെ അടുത്ത് വന്ന് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വർണ്ണപ്പെട്ടി വേണ്ട, മരപ്പെട്ടിയിൽ മതി. അങ്ങനെ മരപ്പെട്ടിയിൽ അടക്കം ചെയ്തു. മനസ്സിലായില്ല? ചിന്തിക്ക്. എന്തുകൊണ്ട് അവൻ എന്ത് പറഞ്ഞാ കിടന്ന്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. തീരുമാനം ഉണ്ടാകാത്ത ഏത് വിഷയത്തിലും ഈ ആയത്ത് ദുആയായി ആവർത്തിക്കുന്നത് ഖൈറാണ്. ചില കാര്യത്തിന്റെ തീരുമാനം നമുക്കവിടെ കിട്ടൂല. നമ്മളെ മകളെ ഒരുത്തൻ കണ്ടുപോയി, പിന്നെ നമ്മൾ കെട്ടിച്ചു കൊടുക്കാൻ ബാഹ്യമായ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് അറിയൂല. അടുക്കളയിൽ എന്താണ് അമ്മായിമ്മ പോരുകാട്ടോ അറിയൂല, എന്റെ കുട്ടികളുടെ നരകാവോ അറിയൂല. അപ്പൊ പിന്നെ അവിടെ ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് നിസ്കാരം കഴിഞ്ഞ് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചൊക്കെ കൂടുതലും നടത്തത്തിലും ഇരുത്തത്തിലും ചെയ്യാവുന്ന ഒരു വാക്കാണ് ഏത്? റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. നമ്മളെ കുട്ടിയെ കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ പഠിക്കാനാക്കി. ഇങ്ങനത്തെ പല മക്കളും പിന്നെ നിരീശ്വരവാദിയായി വരും, അല്ലെങ്കിൽ ലിബറലിസ്റ്റായി വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ അവിടെ ഏൽപ്പിച്ചു, നമുക്ക് ചെയ്യാവുന്നതിന് പരമാവധി അതാണ്. അപ്പൊ എന്ത് പറഞ്ഞു? റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. മനസ്സിലായോ? പറഞ്ഞു നല്ലൊരു ഭരണകൂടം വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വോട്ട് ചെയ്തു. ഇനി എന്താ വരികയെന്നറിയില്ല. ആ വോട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ നമുക്ക് പറയാനുള്ള വാക്കാണ് എന്ത്? റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. നമുക്കറിയില്ല, ബാക്കിയൊക്കെ ആര് ചെയ്തു തരും? അല്ലാഹ്. പേടിക്കാൻ പേടിയന്നെ വേണ്ട, പേടിയേ വേണ്ട. എൻ്റെ മനസ്സിന്ന് ഈ ക്ലാസ് തുടങ്ങിയതിന് ശേഷം പേടിയെടുത്തു പോയിട്ടുണ്ട്. പേടിയില്ല എന്നല്ല, ഒരു മറഞ്ഞ പേടിയാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ റബ്ബെനിക്ക് സ്വർഗം തരുമെന്ന പ്രതീക്ഷയാണ്. അല്ലാഹ് നമുക്കൊക്കെ തരട്ടെ. ഞാൻ കുറ്റക്കാരനല്ലേ, 100%. പക്ഷേ കുറ്റക്കാർക്ക് നരകം കൊടുത്തോനല്ലോ, പുറത്തുകൊടുത്തോനല്ലേ. മനസ്സിലായോ? പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടല്ലോ. നമ്മൾ ഒരു ശ്വാസത്തിന്റെ വിലക്ക് ജീവിതത്തിലാകെ നിസ്കരിച്ചിട്ടില്ല. ഒരു ശ്വാസം, ഒറ്റ ശ്വാസം, ഒരു ശ്വാസത്തിന്റെ വിലക്ക് ജീവിതത്തിൽ നിസ്കരിച്ചിട്ടുണ്ട് നമ്മൾ. ഒരു ആയുസിലെ ശ്വാസം അല്ലടാ, ഒറ്റ ശ്വാസം, ഒറ്റ ശ്വാസം. ചിന്തിക്ക്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കാതെ അങ്ങോട്ട് സൗകര്യം ചെയ്തെന്നവനാണ് ആര്? അല്ലാഹ്. അങ്ങനെയാണ് അവൻ അങ്ങനെയാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹുവിന്റെ ആ ഒരു നിഅമത്ത്, അവന്റെ ആ ഒരു ഹിക്മത്ത്, അവന് നമ്മളോടുള്ള സ്നേഹം, എത്രയാണ് സ്നേഹം! വല്ലാത്തൊരു സ്നേഹമാണ് റബ്ബി നമ്മളോട്. അല്ല, അവന് വദൂദ് എന്നൊരു പേരുണ്ട്. വദൂദ് ഏറെ വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅലുൽ ലിമാ യുരീദ് അൽ ഹതാക حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح. ഞാൻ സന്ധിക്കാം, ചിന്തിക്കണം. അപ്പൊ നോമ്പിനെയൊക്കെ കിടക്കണം നമ്മൾക്ക് ആകണ്ടാകണം മുതലെന്താ പ്രതീക്ഷ? എൻ്റെ റബ്ബിനെ ഒഴിവാക്കൂല. ഞാൻ ദോഷിയല്ലേ, ഞാൻ ദോഷിയാണ്, ദോഷിന്നെയാണ്. പക്ഷെ എൻ്റെ റബ്ബ് ഒഴിവാക്കൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായി? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു ഉമ്മ പറയും, അടിക്കും, തല്ലും, ഒക്കെ പറയും. ചിലപ്പോൾ ഒരു വേള വാതിലടക്കുകയും ചെയ്യും. ആ വാതിലടച്ചാൽ പോലും അകത്തുള്ള 6 മക്കളെക്കാളും പുറത്താക്കിയവന്റെ കാര്യത്തിൽ ശബ്ദം ഉണ്ടാവും. കാരണം അവന്റെ കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ടോ, ഓൻ ഇറങ്ങിപ്പോയോ? മനസ്സിലായി? അതല്ല എന്തുകൊണ്ട്? അപ്പൊ ആ കോടാനക്കോടി ഗർഭപാത്രങ്ങൾക്ക് റഹ്മത്ത് കൊടുത്തു. അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രയാണ്! എന്താ വെളിച്ചം കാട്ടിയപ്പോ ഒട്ടിച്ച്, പിന്നെ പിടിച്ച് പുറത്താക്കി, നട്ടപ്പാതിരക്ക്, ഇരുട്ടിലേക്ക്. മനസ്സിലായി പറഞ്ഞു. എന്നിട്ട് ബാക്കി 6 മക്കൾ, ഇതിന്റെ ഉള്ളിലുള്ള മക്കളെ കാൽപെരുമാറ്റം ഉമ്മ കേൾക്കൂല. അവിടെ കാതോർത്തിക്കും. എന്തുകൊണ്ട്? അവൻ ഇറങ്ങിപ്പോയോ? അങ്ങനെ പുറത്താക്കിയിട്ട് ഇറങ്ങിപ്പോയാലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ വാതിൽ തുറന്നാൽ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കും. ഒരു ഗർഭപാത്രത്തിന്റെ മാറ്റമാണതെങ്കിൽ കൊടാനക്കോടി ഗർഭപാത്രങ്ങൾക്ക് ഈ കഴിവ് നൽകിയ റബ്ബിന്റെ റഹ്മത്ത് എത്രയാണ്!
281 ക്ലാസ്സാണ്. ആണോ അല്ലേ? എത്രയാ? 281 ക്ലാസ്. 281 ക്ലാസ് ഇവിടെ അവസാനിക്കാണ്. ഈ 281 ക്ലാസ്സിനിടയിൽ നരകം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. നരകില്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് പേടിപ്പിക്കുന്ന ക്ലാസ് അല്ല, ഇത് സ്നേഹിപ്പിക്കുന്ന ക്ലാസ്സാണ്. സ്നേഹിപ്പിക്കുന്ന ക്ലാസ്. നമ്മൾ പടച്ചവനെ പേടിക്കണ്ട. എന്താ പേടിക്കണം? നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം. ഇങ്ങനത്തെ ഒരാളെ സ്നേഹിക്കണോ വേണ്ടേ? പറയടാ. എന്നെ അടിച്ചിട്ട് ചെയ്ത തെറ്റിനെ അടിച്ച് പുറത്താക്കിയാൽ പോലും വാതിൻ്റെ അടുത്ത് ചെവിടോർത്ത് നിൽക്കുന്ന അമ്മാനെ സ്നേഹിക്കണോ വേണ്ടത്? പേടിക്കണോ വേണ്ടത്? സ്നേഹിക്കണ്ടേ? ആ അമ്മ പോലത്തെ കോടാനക്കോടി ഉമ്മമാരെ ഗർഭപാത്രത്തിന് ആ റഹ്മത്തിട്ട് കൊടുത്ത റബ്ബാരാണ് എന്ന് ചിന്തിക്കുക. ആരാണവൻ? ഈ മനസ്സോടുകൂടിയാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. അതോടുകൂടിയാണ് നമ്മൾ ഈ മനസ്സോടുകൂടിയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. നോമ്പാണെങ്കിലും അല്ലെങ്കിലും അടുത്ത ക്ലാസ് നമ്മൾ അഫ്വിനെ കുറിച്ച് പറയും. അഫ്വാണ് റഹ്മത്ത്. ആദ്യത്തെ 10 എന്തിന്റെ 10ആണ്? റഹ്മത്തിന്റെ 10. ഏറ്റവും വലിയ റഹ്മത്ത് അല്ലാഹു അഫ്വിന്റെ റഹ്മത്താണ്. അത് നമുക്ക് ചോയ്സ് വാങ്ങണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽ ഫാത്തിഹ.